അടുത്തൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ഈ മറുപിള്ള എന്ന് പറയുന്നത് യാതൊരു എക്സ്റ്റേണൽ ഹെൽപ്പും ഇല്ലാതെ ഒരു അരമണിക്കൂറിനോടകം ഇത് പുറത്തേക്ക് വരും. പക്ഷെ ചില സമയത്ത് ഈ മറുപിള്ള വന്നതിന് ശേഷം അതിൻ്റെ ബാക്കി കുറച്ച് പ്രോഡക്ട്സ് അകത്തിരുന്നിട്ട് ബ്ലീഡിങ് കൂടുതലായിട്ട് വരാം. പിന്നെയുള്ള റീസൺ യൂട്രൈൻ ഇൻവേർഷൻ എന്ന് പറയും. അതായത് ഇത് ഗർഭപാത്രത്തിൻ്റെ ഒരു മോഡലാണ്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പ്ലാസൻ്റ മറുപിള്ള വരുന്ന സമയത്ത് നമ്മളിത് വലിക്കുമ്പോഴത്തേക്ക് ചിലപ്പം ഗർഭപാത്രം ചുരുങ്ങാതെ ഇത് ഉള്ളിലേക്ക് വലിഞ്ഞ് നമ്മുടെ യോനി ഭാഗത്തൂടെ ചിലപ്പം ഇറങ്ങി വരാറുണ്ട്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇതിലും ബ്ലീഡിങ് കാണാറുണ്ട്. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന് പറയും. ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ചുറ്റുമുള്ള വെള്ളത്തിൻ്റെ പേരാണ് ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇത് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോറിൻ ബോഡിയാണ്. അപ്പോൾ ഡെലിവറി സമയത്ത് ഇത് അമ്മയുടെ ശരീരത്തിലേക്ക് കോണ്ടാക്ട് വരുമ്പോഴത്തേക്ക് കാർഡിയാക് അറസ്റ്റ് പോലെ വന്ന് മരണം വരെ സംഭവിച്ചേക്കാം. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. പിന്നെയുള്ളത് കൊയാഗുലോപ്പതി, അതായത് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ചില അസുഖങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കിത് ചിലപ്പോൾ മുന്നേ കൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല.